ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു കേസരിയാണ് ഉണ്ടാക്കുന്നത്. ഈ കേസരി തന്നെ നമ്മൾ പല വിധത്തിൽ പല ടേസ്റ്റുകൾ കൊടുത്തിട്ട് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേസരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിലേക്ക് തന്നെ ഇതിൽ നമ്മൾ ഒഴിച്ച നെയ്യ് അതുപോലെ തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്ത 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം ഈ നെയ്യിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി വരണം. ഈ നേന്ത്രപ്പഴം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒട്ടും മാറിപ്പോകരുത്. അതിന് മുമ്പേ നമുക്കിത് മാറ്റണം. ഇപ്പോൾ ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെ വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ തരികളുള്ള റവയാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് ടൈപ്പിലുള്ള റവ ആയാലും നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ചെറിയ തരികളുള്ള റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ റവ നമുക്ക് കളർ മാറാതെ തന്നെ ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ റവ നന്നായിട്ട് വറവായിട്ടുണ്ട്, നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഈ പാനിൽ നിന്ന് ഇത് മാറ്റണം, അല്ലെങ്കിൽ ഈ ചൂടുള്ള പാനിൽ കിടന്നിട്ട് ഇത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ വേറൊരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അതും 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു ലൈറ്റ് മധുരം ഇതുണ്ടാവുള്ളൂ. ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 കപ്പ് വരെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. റവ ഇട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിട്ട് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് ചേർക്കാം. ഈ ഒരു തിക്നെസ് മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വരുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയാവും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ റവ കേസരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ബദാമും നെയ്യിൽ വറുത്ത കുറച്ച് പഴം മുറിച്ചത്, പിന്നെ കുറച്ച് ചെറിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കേസരിനേക്കാളും ഒരു ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. കാരണം നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത ആ നേന്ത്രപ്പഴത്തിൻ്റെ പീസസൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതിന് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് കളറ് ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കേസരി കളറ് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഒട്ടും ഒരു കളറും ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ളൊരു കളറാണ് ഇതിന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി പുതുതായിട്ടുള്ള നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.